ഭർത്താവ് ഓളെ നേരെ കൈ ചൂണ്ടിക്കുന്ന അറിഞ്ഞാൽ നമ്മളെ മനസ്സ് എന്താവും എന്താവും? നിങ്ങൾ ഉത്തരം പറയും. എന്താവും? അതുപോലെ പോറ്റി തന്നെയല്ലേ നമ്മളെ ഭാര്യ, അല്ലേ? അതുകൊണ്ട് ഒരു അമാനത്ത് മുതൽ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ സ്വഭാവം നല്ല ലൈറ്റ് നന്നാക്കിയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്. ചിലവെന്താ പറയുക അറിയോ? മൗലിക്കൊക്കെ പറയാ ഓളെ സ്വഭാവം അറിയാം നിങ്ങൾക്ക്. ഹേയ് എന്താണെന്നറിയാള് വല്ല സാധന ഞാനായിട്ടാ സഹിക്കുന്നത് ഇങ്ങനെ പറയാ. ഇത് റസൂൽ ആദ്യം പറഞ്ഞത് വളരെ ഒരു വളവുണ്ടീന് കേട്ടോ. വളവുണ്ട് ഇനി തെളിയണോ നിങ്ങൾക്ക്? തെളിയണോ? പറഞ്ഞുതരാ കേട്ടോ. അതെങ്ങനെ അറിയോ? നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് ഒക്കെ സ്ത്രീ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഓൾ തന്നെ അലക്കി സ്ത്രീ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നെടുത്തിട്ട് ഇട്ടപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു അടയാളം. അപ്പോൾ നിങ്ങൾ ഇതെന്താ അത് ഖദീജ? ഇതോ അതെന്താണ്? തടികളി അല്ല, ഇത് തട്ടാനത്തിമേലെ ഇത് പോണില്ലല്ലോ, അത് കാക്കറ്റിരുന്നുണ്ടാവും. അപ്പം അനക്കുന്നത് ഈ സ്ത്രീട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾക്കും കണ്ടുകൂടേനോ? ഞാൻ ഒറ്റക്കൊന്നല്ലല്ലോ, തിരുമ്പിയതല്ലേ. നിങ്ങളൊന്ന് ഇവിടെ പിടിച്ചൊന്ന് തിരുമ്പിക്കാളി, കൈക്കാളി. അപ്പം നിങ്ങൾ അല്ല ഇതിപ്പോൾ എന്നോട് അറിയാം സ്ത്രീടാ പറഞ്ഞ് അങ്ങനെ ആയത്? ഞാൻ പറഞ്ഞില്ല കാക്കനോട് അയിമ കുത്തുന്നോളെ. അപ്പം കയ്യിലേറെ ചൂടാവും അല്ലേ? അതാണ് ഈ വളവ്. എല്ലാം ചെയ്തു വെക്കും, പക്ഷേ അവസാനം ഇതൊന്ന് നാറാമത്തെ ഭ്രാന്തനെ തോൽപ്പിക്കും. അങ്ങനെയാണ്. അതാണ് ഈ ഹുലിക്കത്ത് മിന്നൽ. എല്ലായിടങ്ങളിൽ ആയിക്കോട്ടെ ആദം നബിൻ്റെ ഒരു വളഞ്ഞ ഭാര്യയിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതുണ്ട് ഊതിയിട്ട് അവ്വാവിയിലുണ്ടാക്കിയെന്നല്ല കേട്ടോ. ഇതിനൊരു വളവുണ്ട്. പക്ഷെ ആ വളവാട്ട നമ്മളെ വലിയ ഭാഗ്യം അല്ലേ? ആ വളവും കൂടി ഇല്ലേ ഉണ്ടല്ലോ, നമ്മളോള് വളച്ച് ചുരിച്ചെറിഞ്ഞാളും. ആ വളവുകൊണ്ടാണ്. ഏയ് ചാണ്ടാക്കും അല്ലേ? അല്ല എന്തെന്നറിയോ? ഉണ്ടാക്കുമ്പോൾ ഒന്നും എനിക്കുണ്ടായിക്കോട്ടോ. പിന്നെ നിങ്ങൾ കുളിക്കാൻ പോവുക, എൻ്റെ ആ ഉടുപ്പുണ്ട് അത് തിരുമ്പിക്കോട്ടി. രണ്ടാക്കും ഒരേ ബുദ്ധി കൂടിയാണ് തിരിയെന്താ? ഏയ് ഇതൊക്കെ കുറച്ച് വെച്ച് റെഡിയാക്കി വെച്ച് തന്ന പടച്ചോൻ്റെ വിസ്മയകരമായൊരു അത്ഭുതം സൃഷ്ടിയാണ് നമ്മൾ കേട്ടോ. ഭയങ്കര ചിന്തിക്കേണ്ട കാര്യമാണ്. പോട്ടെ, ഞാനിതൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് വേറൊരു തലത്തിലാണെന്ന് മാത്രം കേട്ടോ. വസ്തൗസുബിനിസായി ഖൈറ, നിങ്ങൾ ഭാര്യമാരോട് നന്നായി പെരുമാറണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മോശമായ ഒരവസ്ഥയിൽ പെരുമാറേണ്ടി വരികയാണെങ്കിൽ, ഇല്ലാ യഅ്തി നബി ഫാഹിശത്തി മുബയ്യിന, എന്തെങ്കിലും നികിഷ്ടമായ ദുസ്വഭാവങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? വല്ലാത്തി തഖാഫൂന നുശൂസുഹുന്ന ഫൈലുഹുന്ന, ഭാര്യനെ നല്ല നിലക്ക് വിളിക്കുക, എന്നിട്ട് ഉപദേശിക്കുക. മോളെ വാ, അങ്ങനെ വിളിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ രാത്രി വരുന്നുണ്ട് കസര എടുത്ത് പുറത്തിട്ടുള്ളേ കേട്ടാ, വാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, അന്നൊന്ന് വയല് വരേണ്ടതുണ്ടെന്ന് ഖുർആനിലൊരു ആയത്തുണ്ട്, വാ ഇരിക്കി നന്നാവുന്ന എനിക്ക് അഭിപ്രായമില്ല, എന്നാലും ഇരിക്കും. ഇതിന് വയല് എന്താ പറയുക? ആണോ അങ്ങനെ നമ്മൾ തുടങ്ങുക. അപ്പം ചിലർ കസാലൊക്കെ എടുത്ത് കൊണ്ടുവന്നിടും. ഓള് കട്ടൻ ചായയൊക്കെ കൊണ്ടുപോയി വെച്ച് വർത്താനം തുടങ്ങിയാൽ കസാല പിന്നെ നിങ്ങളുണ്ട് അകത്തോട്ട് ഓള് ഊണിച്ചിട്ട്. കാരണം നിങ്ങൾ എന്തിനാ വിളിച്ചത് അത് പറയും. വെറുതെ കാരണം തുടങ്ങിയ വർത്താനം തന്നെ വയലല്ല, തുടങ്ങിയ വർത്താനം തന്നെ ഓളെ ചീത്തറിയാനാ. അതിനെന്താ പറയേണ്ടത്? നിങ്ങൾ ഇനി പറഞ്ഞത് എങ്ങനെയാ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട എന്നെക്കാൾ അറിയാം നിങ്ങൾക്ക്. പക്ഷെ ഞാനൊന്ന് തോന്നിപ്പിക്കുക, നമ്മൾ കേട്ട് മറന്ന കഥകൾ പലപ്പോഴും ഓർമ്മിപ്പിക്കാറില്ല, അതുപോലെ കേട്ടോ. വിളിച്ചിട്ട് ഇരുത്തുക, മോളെ ഇരിക്കും മോളെ, ഞാൻ അനക്കും, എനിക്ക് ഇജിൻ്റെ പൊന്നല്ല മുത്തേ, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ ഓളുണ്ടല്ലോ നിങ്ങളോട് ഞാൻ എന്താ ചെയ്തത്, നിങ്ങൾക്ക് എന്ത് വേണേ ഞാൻ ചെയ്തോളൂ, അങ്ങനെ മാറൂ. അതാണ് ഈ പെണ്ണ്. നേരെ മറിച്ച് കഴുത എവിടെ വാ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോണില്ല. നിങ്ങൾ മരിക്കുന്നത് വരെ ഓളെ നിങ്ങൾക്ക് നന്നാക്കിയിട്ട് അല്ലാഹ്ക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല. കഴിയോ? അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, വല്ലാത്തിന തഖാഫുന നുശൂസുഹുന്ന ഫൈലുഹുന്ന, നല്ലവർക്ക് ഉപദേശിക്കുക. ചിലപ്പോൾ ഉപദേശം കേൾക്കുന്നതിന് ഇഷ്ടമില്ലാത്ത ജാതി പൊങ്ങച്ചക്കാറ്റിയായിരിക്കും. തുടങ്ങി സൈമയിലെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, അത് അന്നത്തെ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല ജാതി ആൾക്കാരുണ്ട്. കാരണം നിങ്ങളെ ഫ്രണ്ട്സ് ആരാന്ന് ഓളെ അറിയും. അപ്പോൾ കക്കാൻ്റെ അടുത്ത് വരിക അല്ലേ, ഇന്നത്തെ ഉപദേശം എനിക്ക് തിരിഞ്ഞ് എൻ്റെ പാവാടായിരിക്കും വേണ്ടാൻ തുടങ്ങി. അപ്പോൾ ചിലപ്പോൾ ഉപദേശം ശരിയാവില്ല. അപ്പം എന്താ ചെയ്യേണ്ടത് അറിയോ? വഹ്ജുറൂഹുന്ന ഫിൽ മലാജി, കിടപ്പ് മുറിയിൽ നിന്ന് മാറിക്കെടുക്കാൻ ഖുർആനാ പറയുന്നത്. ഖുർആനിൽ നിസ്കരിക്കാനും അജ്ജിനും നോമ്പ് വെക്കാനും മാത്രമല്ല പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾ മാറിക്കെടുക്കുക. മാറി അങ്ങോട്ട് കിടന്നാൽ 12 മണി വരെ മാറിക്കെടുക്കും. ചിലപ്പോൾ നന്ദി കൂർക്കം വലിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ചൂടാവും, മാറിക്കെടുത്ത് കുടിക്കുമല്ലോ, അതാവും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും.
അതുണ്ടല്ലേ? നിങ്ങളിതൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പം ചിലപ്പോൾ ഇതിൽ ഫാൾട്ടാവും. അങ്ങനെ അപ്പം എന്തായി അറിയോ, ഒരു എറുമ്പുണ്ട് ഇവിടെ അടിച്ചേരിയിട്ടില്ല, ഞാനിവിടെ കെടുക്കാൻ ഒരാളുണ്ട് എന്നുള്ള ബോധമില്ലാതെ പറഞ്ഞിട്ട് ആ പായി തട്ടലും എന്നാൽ ഓളിരിക്കോ, ഓള് കൂർക്കപ്പല്ലി അധികമാവും, അപ്പം ചൂടാവും അല്ലേ? എന്താണല്ലോ ആ. അപ്പോൾ അവിടെയാണ് നിയമം നമ്മൾ പാലിക്കുന്നത്. ഒഹ്ജുറൂഹുന്ന ഫിൽ മലാജി, കിടപ്പ് മുറിയിൽ നിന്ന് അങ്ങോട്ടോട്ട് മാറിക്കിടന്നാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഏതായാലും മാറിക്കെടുക്ക്, പോട്ടെ സാരില്ല, ഞാൻ അന്നെന്തേ പറഞ്ഞു എൻ്റെ മാപ്പായിക്കാൾ. നമ്മൾ രണ്ടാളുപ്പ എന്തിനാ നമ്മൾ തെറ്റുന്നത്? ആ കുറഞ്ഞ കാലത്തെ കുറിപ്പിട്ട കാലത്തെ ജീവിതമാണ്, അതെന്തിനാ നമ്മളിങ്ങനെ തർക്കിച്ച് തീർക്കുന്നത്? നന്നാവും അല്ലേ? ഇങ്ങനെയൊക്കെ നന്നാവാനാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ ഒലരിബൂഹുന്ന, മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുക, അല്ലാണ്ട് മുട്ടുകൈ കൊണ്ട് പോത്തിനെ കുത്തു പോലെ കുത്തുക എന്നല്ല കേട്ടോ. ചിലവരുടെ അങ്ങനെ ഒലരിബൂഹുന്ന മാത്രം പഠിച്ചിട്ട് ഖുർആനിലുണ്ട് ഒലരിബൂഹുന്ന, അന്നാണ് കേട്ടത് അറിയണ്ടേ, അങ്ങനല്ല കേട്ടോ. ഇനി അവർ ഫൈൻ അത്തയനക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അനുസരിച്ച് കഴിഞ്ഞാൽ ഫലാത്തബുഅലൈഹിന സബീല, പിന്നെ പോലെ നേരെ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിറങ്ങാറാക്കരുത്. ചിലർ അങ്ങനെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നന്നായതിൻ്റെ ശേഷം എൻ്റെ മുമ്പത്തെ തീ എനിക്കറിയാലോ, അങ്ങനെ കൊണ്ടുവരുത്, അങ്ങനെ പറയുന്നത് കേട്ടോ. ആ നിലക്ക് നിങ്ങൾ സംസാരിക്കരുത്. ഇനി നമ്മൾക്ക് രണ്ടുപേരും ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അല ഇന്നലക്കും അല നിസായിക്കും ഹക്കൻ വലി നിസായിക്കും ഹക്ക ഫഹക്കും അലൈഹിന്ന അല്ലാ യൂതിന ഫുറൂഷക്കും മൻ തക്റഹൂൻ. നിങ്ങൾ പരസ്പരം, ഞാൻ പരത്തി പറയുന്നില്ല, നിങ്ങൾക്ക് പരസ്പരം ബാധ്യതകളുണ്ട്. ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയിൽ പ്രധാനപ്പെട്ടത്, നിങ്ങൾ വെറുക്കുന്ന ആളുകൾ നിങ്ങളുടെ വിരിപ്പിലിരിക്കാൻ ഇടവരുത്തരുത്, നിങ്ങളെ റൂമിൽ വരാൻ ഇടപെടരുത്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ചിലവരുണ്ടാവും, കസിൻ ബ്രദറാണ് മറ്റേ ബ്രദറാണെന്നും പറഞ്ഞാൽ ഇതൊന്നും ഇപ്പം നടക്കൂല. സ്വന്തം ബ്രദറിനെ തന്നെ പുറകെ കയറ്റാൻ പാടില്ല, മനസ്സിലായില്ല. ഫര്യക്കു ബൈനൽ മലാജി, കിടപ്പ് മുറിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 7 വയസ്സായ പിന്നെ മാറ്റി കിടത്തിക്കൊള്ളണം, പിന്നെ ഒപ്പം കിടത്തരുത്. പിന്നെയാണ് കസിൻ ബ്രദറും മറ്റേ ബ്രദറും എന്നിട്ട് കൊണ്ടു കിടക്കൽ അല്ലേ? പലയിടത്തുണ്ട്, പല ആപത്തുകളും ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. അവിടുത്തേക്കല്ല വിഷയം. ഭർത്താവ് ഇഷ്ടമില്ലാത്ത ആരെയും നമ്മുടെ വിരിപ്പളത്തിൽ കൊണ്ടുവരാൻ പാടില്ല. വീട്ടിൻ്റെ അകത്തൊരാൾ വന്നിട്ട് നമ്മളോട് പറയാൻ, നമ്മളപ്പോൾ പേര് വെച്ചിട്ട് അബ്ദുറഹ്മാൻക്ക് അവിടെ ഉണ്ടോ? ഇല്ല, ഇത്ര സമയത്ത് വന്നോളൂ കേട്ടോ, വരാണ്ട് അടച്ചേക്കണം. നമ്മൾ പെണ്ണുങ്ങളങ്ങനല്ല. അബ്ദുറഹ്മാൻക്കേ നിങ്ങളെവിടുന്ന? ഞാൻ കുറ്റിക്കാട്ടൂരുന്ന്. ഇവിടെ ആരെയും കുറ്റിക്കാട്ടൂർ എൻ്റെ പറഞ്ഞിട്ടുള്ള സ്ഥല അതറിയാണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ ആരെയും കുറ്റിക്കാട്ടൂർത്തോ കഥ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചോടും പറഞ്ഞു. അക്കൗണ്ടിൽ നിന്ന് വരുന്ന എനിക്ക് ഇരുവൊന്നുമില്ല. അപ്പോൾ കുറ്റിക്കാട്ടൂർന്ന് ആരാണ് നിങ്ങൾ? അല്ല, ഞാൻ പിന്നെ ദുബായിൽ നിന്ന് വന്നതാ, സാധനമൊക്കെ ഉണ്ട് കൊണ്ടുവരാൻ. കൊടുത്തയക്കരുതേ, പെണ്ണുങ്ങൾക്ക് ലോയക്കാരത്തെ സാധനമൊന്നും കൊടുത്തയക്കരുത്. പ്രത്യേകിച്ച് ഐറ്റികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തൊന്നും പറഞ്ഞ് നമ്മൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണ് നമ്മളിലുള്ള മൃഗം നീക്കുക എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യൻ്റെ ഉള്ളിലൊരു മൃഗമുണ്ട്, ഓൻ കിടന്നുറങ്ങുക, ഓൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ എടാ മുത്തക്കാണ് ഇറങ്ങ്, ആയിക്കോട്ടെ, കൊല്ലുൽ മോമിനെ യവല്ലോ മിന്ന അബസാരി എന്നുണ്ട് കണ്ണും താത്തിയാണ് നടക്കുക അല്ലേ? ഉള്ളിലില്ലേ? ഇല്ലേ? നിങ്ങളെ പേരെന്താ? എവിടെ വീട്? നിങ്ങൾ കോഴിക്കോട് എവിടെ വേണോ? കാസർഗോഡ്? ഒന്ന് കോഡ് നമ്മൾ കണ്ടിരിക്കണം എന്തായാലും. കാസർഗോഡ് കോടുണ്ട്, കോഴിക്കോട് കോടുണ്ട്, ഒരു കോഡിലുണ്ട് നിങ്ങൾ. അപ്പം വളരെ ശ്രദ്ധാർഹമായ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ അശുദ്ധമായി പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അത്തരം കാരണങ്ങളിൽ നിന്നൊക്കെ വിട്ടിക്കണം. പിന്നെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ടൊന്നും ഭാര്യനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തരുത്. കല്യാണം കഴിഞ്ഞാണ്ട് ചിലവർ ഇതെൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, ഞാൻ ഓൻ ഞാൻ, അങ്ങനെയാണ്. ഇത് മറ്റേ തെരീക്കത്തെ മുദ്രാവാക്യം പോലെ ലാ അന ഇല്ല തജ്ജും ഞാനും ഒന്ന് തന്നെ അറിഞ്ഞില്ലേ, ആ ക്വാളിറ്റിയുള്ള വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നശിപ്പിക്കും അല്ലേ? എത്ര കുടുംബജീവിതം അറിയുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതിനറിയോ? നിങ്ങളെ പെങ്ങളായാലും നിങ്ങളെ മോളായാലും നിങ്ങളെ ഭാര്യയായാലും അവർക്ക് കൊടുക്കേണ്ട ധാർമ്മികമായ ഡയറക്ഷൻ കൊടുക്കണം. അവർക്ക് കുറേ കാണാനും അറിയാനുള്ള സീരിയലും ചില പെൺകുട്ടികളുണ്ടല്ലോ, ബായിടാ സീടാ പോയിടാ പോയിടേ ഉണ്ടല്ലേ? അതിൻ്റെ ഒക്കെ നമ്മളെ മക്കൾ അതൊക്കെ പറയുമ്പോൾ നമ്മളെന്താ പറയുക? ബായിടാ സീടാ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഇംഗ്ലീഷായി പോയി. ഇംഗ്ലീഷായതല്ല, ഇതൊക്കെ ഇംഗ്ലീഷ് ചരിത്തിയായി
അറിഞ്ഞില്ല നിങ്ങൾ? വല്ലാത്ത ജാട വരും. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്തെ ഏറ്റവും സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ ഉന്നത കുലജാതനാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഷയായ അറബി ഭാഷ. അതിനൊരു വിലയില്ലല്ലേ നമുക്ക്, ഉണ്ടോ? പോട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്ത് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ വെറുക്കുന്ന ഒരാളെയും വീട്ടിൻ്റെ അകത്ത് വരുത്താൻ പാടില്ല. ഇനി നിങ്ങൾക്കുള്ള ബാധ്യത പറയട്ടെ. പിന്നെ അല വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹിന്ന, നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അവളോട് നന്നായി ഒന്ന് പെരുമാറിയാൽ മതി. നിങ്ങളുടെ സ്വഭാവം ഇത് അസ്തലു ഷൈഇൻ ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുൽഖുൻ ഹസൻ. പരലോകത്ത് ഘനം തൂങ്ങുന്ന ഏറ്റവും ഘനം തൂങ്ങുന്ന പരലോകത്ത് നമുക്ക് കിട്ടുന്ന കാര്യമുണ്ടല്ലോ, അത് സ്വഭാവം. നമ്മളെ ഭാര്യമാരോട് ഒരിക്കലും നമ്മളിപ്പോൾ എല്ലാവരോടും നന്നായിട്ടാണ് പെരുമാറല്ലേ, അല്ലേ? നമ്മളെ വ്യക്തിത്വത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ നമ്മൾ പെരുമാറുക. ഭാര്യൻ്റെ അടുത്ത് എന്നാൽ കാണാൻ ചെയ്ത്താനളയമായി ചിലർക്ക്. എന്തേ ചായണോ ഫ്രണ്ടാണെങ്കിലോ ഇതൊക്കെയാണ് ഇംഗ്ലീഷ്. മൂപ്പര് മുന്തിയ മനുഷ്യൻ. എന്നിട്ട് ചില പെണ്ണുങ്ങൾ പറയും ഇയാൾ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പുരലേക്ക് പറ്റൂല, പുരലൊരു നരി പോലെയാണ് അയാൾ. എന്താണ് എനിക്ക് പറ്റിയത്? സീററ്റ കുടിയോ? അങ്ങനെ ആൾക്കാരുണ്ട് ഇല്ലേ? പുരയിലേക്ക് പറ്റൂല, ആരാൾക്ക് കൊണ്ട് വന്ന് കയറി അപ്പം തുടങ്ങും വർത്താനം. ഒരു ചായ തന്നു, ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ, നമ്മളെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. നമ്മളെ പെണ്ണുങ്ങൾ നമ്മൾ ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതാ കുടിച്ചുകൂടി. നേരെ മറിച്ച് അവിടെ ആരെങ്കിലും വേറെ പുറത്തുനിന്ന് വന്നാൽ വെള്ളം ചോദിച്ചാൽ ഗ്ലാസ് സോപ്പിട്ട് കഴുകി വിമ്മിട്ട് കഴുകി ഒക്കെ നോക്കി വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടാൽ വിചാരിക്കും പഠിച്ചോനെ ഇല്ലാതെ ഈ പെണ്ണിനെ കെട്ടിയാൽ മതി. ഇത് നമ്മളുടെ അവരുടെ അല്ലേ, നമ്മൾ കിട്ടൽ പറ്റലാ ചളി വെള്ള അല്ലേ? നിങ്ങളെ ഉള്ളറിഞ്ഞ് ചിരിക്കുകയല്ല നിങ്ങൾ. ഞാൻ തമാശ അറിഞ്ഞ് ചിരിക്കുകയൊന്നുമല്ലല്ലോ, ആണോ? അല്ല. ഇങ്ങോട്ട് വെറുതെ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത്. അയാൾ തമാശ അറിയും. തമാശ അറിയണമെങ്കിൽ കുറച്ച് എയിം വേണോ? വെറുതെ തമാശ ആവില്ല. ചിലവർ ഞാൻ പറഞ്ഞ തമാശ പോയിട്ട് വേറെ പോയി പറയും. അതാരും എയിമാകണില്ല. അപ്പോൾ ചിലർ അത് കേവിക്ക് തന്നെ നടക്കുള്ളൂ. അയാളൊരു മിമിക്രിയാണ്. പിന്നെ അങ്ങനെ പറയാം. എന്തെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ വീട്ടിലും ബുദ്ധിന് രണ്ട് മുഖമില്ല കേട്ടോ. എനിക്ക് വേറെ മുഖമില്ല. ഞാൻ എല്ലായിടത്തും ഒരുപോലെ. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ടെൻഷനുമില്ല, ഒരു ദുഃഖവുമില്ല, അമിതമായി സന്തോഷിക്കാറുമില്ല. ഒരു കോടിക്കണക്കിന് ഉറുപ്പ്യ വന്നാലും ഒരു സന്തോഷമില്ല. എല്ലാം നശിച്ചാലും ഒരു ദുഃഖവുമില്ല. തുറന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. അതെന്താ കാരണം വെച്ചാൽ മനസ്സിലൊന്നുമില്ല, ആരോടും പകയില്ല, വിദ്വേഷമില്ല, അസൂയില്ല. പ്രത്യേകം ആരെയും വെറുതെ ഇങ്ങനെ പൊന്തിക്കാൻ തന്നെ കിട്ടൂല. അതെ, അതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലവർക്ക് വേണ്ടിയത് ഇങ്ങനെ ആടറ മാട്ടെ ആടിക്കറക്കണം, പാടറ മാട്ടെ പാടിക്കറക്കണം. തമിഴ് അറിയില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആട്ടമാടിയാൽ പാലിറക്കണ പശുവിൻ്റെ മുമ്പിലാണെങ്കിൽ മൂപ്പര് ഡിങ്കിരി ഡിങ്കാലെ കളിക്കും, അപ്പം പാലിറക്കും. പാട്ട് പാടിയാൽ ഇറക്കുമെങ്കിലോ അപ്പം പാട്ട് അങ്ങനെ ഇറക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ മുനാഫിക്കായി പോവും. നമ്മളെ ഭാര്യമാരോട് നമ്മൾ നന്നായി പെരുമാറുക. അൻ തുഹ്സിനുലൈഹിന്ന ഫീ കിസ്വത്തിഹിന്ന വ തആമിഹിന്ന, അവരുടെ ഭക്ഷണത്തിലും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം വളരെ മനോഹരമാകുക. അവർക്ക് കൊടുക്കുന്ന വസ്ത്രം ഇസ്ലാമിൻ്റെ ഭക്ഷണമാകുക. ഇനി ഭക്ഷണം എത്ര വേണ്ടി അറിയോ? എത്ര മാറൂഫായിട്ട് കൊടുക്കണ്ടേ? എത്ര ഉള്ള ഭാര്യയെ കൊടുക്കേണ്ടി അറിയോ? സുലുസ് താമ് ഭക്ഷണം, മൂന്നിലൊന്ന്. മൊത്തം വയറിന് മൂന്നായി കണ്ടിട്ട് സുലുസ് താമ് കൊടുക്കുക, സുലുസ് വെള്ളം കൊടുക്കുക, സുലുസ് നെഫ്സിന് കൊടുക്കുക, ശ്വാസം വിടാൻ. മൂന്നായി തിരിച്ച് മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം ശ്വാസം വിടാൻ. ഇതങ്ങനല്ല. നമ്മൾ തിന്നടാ തീറ്റി എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ വറ്റി വരിക. കല്യാണത്തിനൊക്കെ പോയാൽ ബില്ലില്ലെങ്കിൽ തിന്ന് തന്നെ. ചില ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ വളമ്പിനോട് പറയും ചിക്കൻ പൊരിച്ച് മാത്രം, റൈസ് വേണ്ട കാരണം റൈസ് അപ്പുറത്തുണ്ട് കിട്ടും. എന്നിട്ട് അങ്ങനെ ജീവിക്കുക അല്ലേ? അതല്ല. അപ്പം നല്ലവർക്കുള്ള ഭക്ഷണം കൊടുക്കുക, നല്ലവർക്കുള്ള വസ്ത്രം കൊടുക്കുക, അതൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കൂട്ടുകുടുംബമാണല്ലോ. അപ്പം നമ്മൾ ഭാര്യ പെരുമാറേണ്ട രൂപം പഠിച്ചു, ഭർത്താവ് എങ്ങനെയൊക്കെ പെരുമാറുന്നു മനസ്സിലാക്കി, അടിക്കരുത്, ശിക്ഷിക്കരുത്,
അവരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അവർക്ക് മനസ്സുണ്ടെന്ന് ഓർക്കുക. അവരെ ഒരിക്കലും നിങ്ങൾ അന്യസ ഉഷക്കായക്കുറിജാൽ ഭാര്യ ഭർത്താവിൻ്റെ കൂടപ്പുറപ്പാണെന്ന് ഓർക്കുക. ഒരു കൂടപ്പുറപ്പിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അള്ളാഹിനോട് മറുപടി തരും കേട്ടോ. ഇനി അതിൽ നമ്മൾ കുട്ടികൾ ജനിച്ചാലോ, അപ്പം ആ കുട്ടികളെ കുടുംബ ബന്ധം നിലനിർത്തത്തക്ക രൂപത്തിൽ വളർത്തിയെടുക്കണം. അവർക്ക് ഇപ്പോൾ എളാപ്പക്ക് കഴിവില്ല, അതുകൊണ്ട് വേണ്ട, വളരെ മോശം, പൈസ ഇല്ല, ഞാൻ മോശമാണല്ലോ, മോശം, അങ്ങോട്ട് പോരുത്, പോരുത്, കൺട്രിയാണ്, എൻ്റെ ബ്രദറാണ്, പക്ഷെ എന്ത് ചെയ്യും? എന്താ കൺട്രിയാന്ന് പറയാൻ കാരണം ആ വയറ്റുകളൊക്കെ ചീരാപ്പൊക്കെ വലിക്കുന്നുണ്ട്, നാക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ കൺട്രി. ഇവൻ്റെ മക്കൾ പറഞ്ഞാൽ ബർമൂടിയൊക്കെ ഇട്ടിട്ട് പുള്ളി ബരിയാങ്കുതരൻ്റെ മയത്തെ കുപ്പായും തുണിയൊക്കെ ഇട്ടിട്ട് വന്നത് ആ ദുബായിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ അവിടത്തേക്ക് പോകണ്ട, എന്തെങ്കിലും കൊടുത്തോളൂ കേട്ടോ, കൊടുത്തോളൂ. അത് കൊടുത്തോളൂ എന്ന് പറയും തന്നെ കേൾക്കുമ്പോൾ ആരും വാങ്ങൂല, അത് വേറെ വിഷയം. കാരണം മൂപ്പരെന്തോ ഇവിടെ കൊണ്ടുവന്ന മാതിരിയാണ്. മൂപ്പരെന്താന്ന് അതൊക്കെ അല്ല ഒരു നിമിഷം കൊണ്ടേ. ചിലവർ കാണാൻ അങ്ങനെ വന്നിട്ട് ഒരു ഭാഗമാണ്ട് കൊയ്യണ്, ഒരു ഭാഗേ കൊയഞ്ഞിട്ട് പിന്നെ കൊടുത്തോളൂ പറയുമ്പോഴാണ് വിവരം അറിയാം കേട്ടോ. അഹങ്കാരം ഒരിക്കലും വെക്കരുത് കേട്ടോ. എത്ര കഴിവും ആരോഗ്യം, എത്ര പണം, എന്ത് പ്രശസ്തി, എന്ത് സ്ഥാനം ഉണ്ടായാലും അഹങ്കാരം വെക്കരുത്. ഒരു നിമിഷം കൊണ്ട് കുൻ ഫയക്കൂൻ ആ പടച്ചോൻ്റെ പണി. അത് അള്ളാൻ്റെ വെടി കേട്ടോ. തലൻ്റെ ഉള്ളിൽ എന്തെല്ലാം സംവിധാനങ്ങളല്ല ചെയ്തത്. ഈ ഭാഗം ഞാൻ പിന്നെ ഈ ഒരു ഭാഗം പരാജയമായി വരുന്ന അവസ്ഥ ഉണ്ടല്ലോ, ശരിക്കും കൈക്ക് ഒരു സ്വാധീനക്കുറവുണ്ടാവില്ല. തലച്ചോറിൻ്റെ അവിടെ നിന്ന് വരുന്ന മെസ്സേജ് ഇല്ലേ, അത് കട്ടായതാണ്. അല്ലാണ്ട് ഒരു വിസ്മയം. അവിടെ എന്തെല്ലാം ഫങ്ഷൻസ് അതിൻ്റെ അകത്ത് അറിയോ. ഭ്രാന്തായ ആളുകൾ കണ്ടില്ലെങ്കിൽ മെസ്സേജ് പരസ്പരം ബന്ധപ്പെടാൻ രണ്ട് വെയിൻസുകൾ തമ്മിൽ കട്ടാവുമ്പോഴുള്ള മാനസിക തകരാറുണ്ടാകുന്നത്. ഒരു മാനസിക രോഗിയായ ആൾ വെയിൻസുകൾ തമ്മിൽ കട്ടാവും, അപ്പോഴാണ് മാനസിക രോഗം വരും. എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് തല ചൊറിയണം എന്ന് മെസ്സേജ് വന്നു, അപ്പോൾ ഞാൻ കൈ പൊന്തിച്ചു, പിന്നെ എന്തിനായിരുന്നു എന്നുള്ള മെസ്സേജ് ബാക്കി നിന്നുപോയി. അപ്പം ഞാൻ കൈ പൊന്തിച്ച് ഞാൻ ചിരിച്ചു. അപ്പം നിങ്ങളുടെ ആയ ഭ്രാന്താണ്. ഞാൻ കൈ ഇങ്ങനെ പൊന്തിച്ചു, അതുവരെ മെസ്സേജ് ഉണ്ട്, ബാക്കി കട്ടായതാ. മനസ്സിലല്ലേ? ഈ ഒരവസ്ഥ വരുത്താൻ അള്ളാഹ്ക്കൊരു സെക്കൻഡ് മതി. ഉന്നതരായ വിശ്വഗ്രനായ ഒരു ഡോക്ടർ, പരീക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ പേര് പറയുന്നില്ല, യാത്ര പോയത് വളരെയധികം ചിന്തിപ്പിച്ചുകൊണ്ടാണ്. എന്നൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ലോക്കൽ ഗാർഡിയനാണ്. ഞാൻ അഫ്ലൽമക്ക് പരീക്ഷയ്ക്ക് പണടക്കാൻ പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ പഞ്ഞങ്കര നിൽക്കുമ്പോൾ ആ ഡോക്ടറിന് വരുന്നു. അപ്പോൾ എന്തേ നിൽക്കുന്നു? അപ്പോൾ അങ്ങനെ ഒരു പൈസ ഇല്ല കയ്യിൽ. കയറി എന്നെ കയറ്റി. അന്ന് നിങ്ങൾക്കറിയാലോ, ഡോക്ടർമാർ പെട്ടി പിടിച്ച് കൊണ്ടുപോയിട്ട് 5 ഉറുപ്പ്യ കിട്ടുക ഒരു പുരേ പോയാൽ. എനിക്ക് 100 ഉറുപ്പ്യ എന്നിട്ട് എടുത്ത് തന്നു എൻ്റെ ലോക്കൽ ഗാർഡിയൻ. അദ്ദേഹം യാത്രയാകുന്ന സമയത്ത് പടച്ചതമ്പുരാനെ ഏതെല്ലാം തരത്തിൽ മാനസികമായി തളർത്തിക്കളയും. പടച്ചതമ്പുരാൻ്റെ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ ഖുർആനും ഹദീസൊക്കെ നന്നായി അറിയുന്ന ഡോക്ടറാണ്. അന്തം വിട്ടുപോയി. പല പള്ളിയിലും സ്ഥിരമായി തറാവീന് ഇമാം വെക്കുന്ന ഡോക്ടറാണ്. എത്ര നല്ല മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അള്ള പരീക്ഷിച്ചാലും. അത് നിങ്ങൾ അറിയണേ, അഷദ്ദുൽ ബലാഗ് അല്ല അമ്പിയ. അമ്പിയാക്കന്മാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ബലാഗ് പരീക്ഷണം ഉണ്ടാകുക അല്ലേ. അപ്പോൾ പിന്നെ അതിനോട് അടുത്തോളക്കാം. തിരിതിരിക്കേണ്ട, ഇങ്ങനത്തൊക്കെ വരുമ്പോഴേ താങ്ങാനുള്ള ഈമാൻ ഉണ്ടാവും. അപ്പം അതാ വേണ്ടത്. അഹങ്കാരം പൊങ്ങച്ചൊക്കെ വിട്ടാളി. നമ്മളൊന്നൊന്നുമല്ല. എന്തിന് വണ്ടുകൾക്കും പുഴുക്കൾക്കും കാർന്ന് തിന്നാനുള്ള ഈ ശരീരത്തിൽ നിന്ന് എന്താകുമ്പോൾ കിട്ടാനുള്ള ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും ആ ഭാഗം ഞാൻ വിടുകയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മക്കളെ നന്നായി വളർത്തുക. ഒരു യുവാവിനെ സംബന്ധിച്ച് ഒരു ഓഫറുണ്ട് യുവാക്കൾക്ക്. ആ ഓഫർ നമ്മളെ കുട്ടികൾക്ക് കിട്ടണം. എന്താ? 7 വിഭാഗം ആളുകൾക്ക് സെബഅത്തുൻ യുളില്ലുഹുമുള്ള യൗമലാലില്ലാലില്ലി, പടച്ചോണ്ട തണലല്ലാത്തൊരു തണലും ഇല്ലാത്ത ദിവസം അള്ളാഹു തണൽ നൽകും. അതിലൊരാളാണ് അത് ഷാബുൻ നശാഫി ഇബാദത്തിൽ, പടച്ച തമ്പുരാനിൻ്റെ ഇബാദത്തിൽ വളർന്നു വന്ന, ആരാധനയിൽ കഴിഞ്ഞു വന്ന, അള്ളാഹിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിച്ച യുവാക്കൾക്ക് അള്ളാഹു തണൽ നൽകും. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, പടച്ചോന് യുവാക്കൾക്ക് ഇതിനാ തണൽ കൊടുക്കണം. പിന്നെയാണ് മനസ്സിലായത് യുവാക്കൾക്ക് ഈ തണൽ അങ്ങനെ കിട്ടൂല. കാരണം യുവാക്കൾ ഒന്നുകിൽ ഏതെങ്കിലും തലത്തിൽ അള്ളാഹിൻ്റെ ദീനിനെതിരായിരിക്കും. കാരണം യൗവനം ജീവിതത്തിൻ്റെ വസന്തകാലമാണ് അല്ലേ. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അള്ളാഹിൻ്റെ ദീൻ അങ്ങോട്ട് ഉൾക്കൊള്ളൂല. താടിയും പത്രാസും ഫുൾക്കൈയൊക്കെ ഉണ്ടാവും, പക്ഷേ കളരിക്ക് പുറത്തേ ചവിട്ടുള്ളൂ. ഏറ്റവും ചുരുക്കം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗവനത്തിൽ വാർദ്ധക്യമുള്ള ആളുകളെ ആദരിച്ചാൽ, അങ്ങനെ ആദരിക്കുന്ന ആ യുവാവിന് അള്ളാഹു പ്രത്യേകം പ്രാധാന്യപൂർവ്വമുള്ള പ്രതിഫലം നൽകും. യൗവനത്തിൽ പ്രായമുള്ളവരെ കാണുമ്പോൾ ദേഷ്യം പിടിക്കും അല്ലേ? അങ്ങനല്ലേ? മുമ്പൊരു ബാപ്പ പറഞ്ഞു, മോനെങ്ങനെ അതേമാതിരി ഇപ്പം നിങ്ങൾ വളർത്തണില്ലേ, അപ്പം നിങ്ങൾ വളർത്തുന്ന ഈ കുട്ടികളൊക്കെ ഞാൻ ജുബ്ബിയൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്, ഓനൊക്കെ കൊണ്ടുവന്നിട്ട് നന്നായിക്കോട്ടെ വെച്ചിട്ട് കൊണ്ടുവന്ന് ഇരുത്തി, അത് ഉറങ്ങണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല കുട്ടികളായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ ചോദിക്കും, ഇതെന്താ അപ്പോൾ ഇതിപ്പോൾ എന്താ അങ്ങനെ എഴുതിയത്? അതോ മോനെ അവിടെ വണ്ടി പോകാൻ പാടില്ല, മമ്നു ആണ്. എന്താ എഴുതിയത്? അത് ഷാർജാറോടാണ്, അവിടെ എന്താ ലേറ്റ് എത്തുന്ന? അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കൂല്ലേ? എപ്പോൾ ചോദിച്ചാൽ ഇവനെ കയ്യും പിടിച്ചിട്ട് നിങ്ങൾ വയസ്സായിട്ട് ഇതിലേ നടക്കുമ്പോൾ ഇതെന്താ മോനെ ലൈറ്റ് എത്തുന്നത്, നിങ്ങളിവിടെ പോരുന്നുണ്ടോ ഇല്ലേ? നോക്കണതും പോരാ, കണ്ട അതും ഇതൊക്കെ അറിയും വേണം. കിളവേ ഇപ്പോഴോ തോളിലാ കുത്തിരിക്കുന്നില്ലേ? മറക്കണ്ട, ഞാൻ നിങ്ങളെ പേടിപ്പിച്ചല്ല. അല്ല, മൂപ്പര് ഞാൻ അങ്ങനെ കൈ ഇതിൻ്റെ ശൈലി കേട്ടോ. എൻ്റെ അടുത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ട്, അപ്പം ഞാൻ നിങ്ങളെ ഇതായിട്ടില്ല, കൂടുതൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞല്ല. നിങ്ങൾ നെഞ്ഞോട് ചേർത്ത് വെച്ചപ്പോൾ അത് സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അത് സന്തോഷം കൊണ്ട് പറഞ്ഞതാ. അപ്പം അത് എന്താ പറയുക, അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ കുട്ടികളെ സ്നേഹിക്കാൻ കഴിയുക പറഞ്ഞാൽ, ചില ഭർത്താക്കന്മാർക്ക് കുട്ടികളുണ്ടായ ഭയങ്കര ഭാര്യനോട് ഒരു ദേഷ്യം വരും അല്ലേ? എന്നിട്ട് ചിലരോട് ചോദിക്കും, എനിക്കിപ്പോൾ ഇവനോടാണോ സ്നേഹം എന്നോടാണോ? എൻ്റെ നിന്ന് വന്നതല്ലേ അത്, പിന്നെ അതിൻ്റെ ചോദിക്കേണ്ട ആവശ്യം രണ്ടാളോടുണ്ടാവില്ല കുട്ടിക്ക്. അല്ല, എനിക്കിപ്പോൾ ഓൻ ജനിച്ചതിൻ്റെ ദിവസം എന്നോട് ലേശം കുറവുണ്ടോ സംശയം. മൂപ്പരിങ്ങനെ തൂക്കുക തുലാസിൽ നോക്കിയിട്ട്, അബദ്ധത്തെ എത്ര ഉണ്ട്, റഹ്മത്ത് എത്ര ഉണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊറ്റി വളർത്തിയിട്ട് അവസാനം മോനെ നമ്മളോട് ചിലർ പറയുന്നുണ്ട്, നമ്മളിവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ വന്ന ചില ആൾക്കാർ, എൻ്റെ ബാപ്പ എൻ്റെ മടി കിടന്നാ മരിച്ചത്, വലിയ കോളായിപ്പോയി. എൻ്റെ ബാപ്പ എൻ്റെ മടിയിൽ ഒരു നേരെ കിടന്നിട്ടുള്ളൂ, എത്ര നേരം കിടന്ന് അല്ലേ? അതൊന്നും പറയരുത് കേട്ടോ. നിങ്ങളെ മടിയിലല്ലാണ്ട് പിന്നെ ആരുടെ മടിയിലാണ് കിടക്കുക? എൻ്റെ ബാപ്പ എൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു, അതിലെനിക്ക് ഭയങ്കര റാഹത്തുണ്ട്, അത് കണ്ണിലുള്ള നിറയ്ക്കൊന്നും വേണ്ട. അതൊന്നൊരു വലിയൊരു പോലീസാക്കപ്പെട്ട കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ കുടുങ്ങിയിട്ട് കെടുത്തിയതാ. നിങ്ങളിപ്പോൾ കെടുത്തു, ബാപ്പൻ്റെ മടിയിലൊന്ന് കെടുന്നോളൂ, എനിക്ക് നിങ്ങളെ നാരിക്കാനാണ് കെടുത്തൂല്ലോ, അത് കെടുക്കൂല്ല. അപ്പം അയാൾക്ക് വെയ്യാണ്ടായപ്പോൾ ഒരു നേരം കൊണ്ടുപോയി, എൻ്റെ മടിയെന്നാ മരിച്ചത്, കാർന്നാ മരിച്ചത്, എവിടുന്നാ മരിച്ചോട്ടെ, ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ട് മരിച്ചായിരിക്കും. അങ്ങനെയുണ്ട്, ചിലവരങ്ങനെ ഉണ്ട്. വരൂ ഇങ്ങനെ അല്ല, എന്താണ് ഇപ്പോൾ ഇത് ടൈം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഞാൻ പ്രസംഗം നിർത്താൻ വേണ്ടി നോക്കുക കേട്ടോ. എന്താ ചെയ്യുക, ടിക്കറ്റാണെങ്കിൽ ഓക്കെയാണ്, ഇയാളാണെങ്കിൽ തീരുന്നുമില്ല. അങ്ങനെ കുടിക്കുക എത്ര ആളുണ്ട്? അപ്പായിയുടെ ഓളെ ഭാര്യ, എമേൻ കമോൺ വിളിച്ച് മരിക്കാതിരിക്കും. നിങ്ങൾ പോരുണ്ടോ അല്ലേ? ഞാൻ പോവുകയാണ്. അപ്പോൾ മൂപ്പര് ബാപ്പൻ്റെ അടുത്ത് വന്നിട്ട്, ബാപ്പേ പോകാണ്ടൊക്കെ നിവൃത്തില്ലായിട്ട് പോവുക, നിങ്ങളൊന്നും ആവൂല, ഞാനല്ല പറയുന്നത്, പോവുകയാണ്. അയാളിങ്ങനെ കണ്ണും നട്ടിട്ടേ അതൊരു ഭാഗത്ത്. ഇനി ബാപ്പ ചിലവർ മരിക്കാൻ നേരത്ത് ബർസഖ് കാണിച്ചു കൊടുക്കും. ബാപ്പ നല്ല ആര് മരിക്കുകയാണെങ്കിലും അല്ലേ, ഇതാ മാത്തൽ ഇൻസാനു ഉരുള അലൈഹി മക്കതു ഒമിൻ അഹ്ലിൻ നാർ അന്നാർ ഒമിൻ അഹ്ലിൽ ജന്ന അൽ ജന്ന, അങ്ങനല്ലേ? സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച ആൾ മരിക്കുമ്പോൾ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുക, നരകത്തിൻ്റെ ആൾ നരകം കണ്ടിട്ടാണ് മരിക്കുക. അപ്പം ചിലപ്പോൾ അണ്ണാക്കിൽ ഇങ്ങനെ ഇവിടുത്തെ സമുദ്രത്തിലെ വെള്ളം വറ്റിച്ച് കുടിച്ചാലും ദാഹം തീരാത്ത വിധം ഇങ്ങനെ ആക്കുണ്ടാവും. അതെന്താ? മൂപ്പര് സ്ഥലം വിട്ടിക്കണ്. ഒമിൻ വൊറായിഹിം ബർസഖുന്നിലായ ഒമി യുബേസൂൻ, പുനരുദ്ധാനത്തെ കണക്കാക്കിയിട്ട് നീട്ടി വലിച്ചൊരു ആത്മാവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ആക്കുമ്പം നമ്മൾ അടുത്ത് നിന്നിട്ട്, പടിഞ്ഞാറ് ഭാഗത്തുള്ള പീഡിയ എന്നോടെടുക്കാനാണ് പറഞ്ഞത്. അയാൾക്ക് പടിഞ്ഞാറ് തെക്കും വടക്കും പടിഞ്ഞാറും ഇല്ലാതെ കെടുക്കുക. അപ്പോഴും അയിമന്ന് മുതലൂരാൻ വേണ്ടി നടക്കണ മക്കളെ, അപ്പോഴാണ് വിവരം അറിയാം. അയാൾ ഇങ്ങനെ ആക്കിയിട്ട് അതൊക്കെ പടിഞ്ഞാറ് ഇതാക്കും, പീഡിയ ഇതാക്കും, അതിന് വലിയ വടക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ സമയമായില്ലേ, എമ്പാടുമായി. പിന്നെ ഞാൻ ഏതായാലും നാളെ പോവുക, എൻ്റെ
ട്യൂൺ ചെയ്യൽ കഴിഞ്ഞ്, അതായത് പണി തീരുന്നില്ലേ, അവിടുന്ന് ഞാൻ അങ്ങനെ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കൂടെയുള്ള അബ്ദുസലാംക്കും നിസാർക്കൊക്കെ കാണും, ഇങ്ങനെ വിളിക്കും, ഇന്നെന്താ അയക്കേണ്ട ആൾ, ഫസ്റ്റ് അവർ പോയിക്കേണ്ട ആൾ, അവിടെ നൂറിലൊക്കെയും കഴിഞ്ഞിട്ടുണ്ട്, മുഖ്താറാത്ത് എടുത്താലോ, മുഖ്താറാത്തുൽ അറബിയ, ഒരു കാര്യം ചെയ്തോ, മുനാരത്ത് തഹദ്ദസുള്ള പാടെടുത്തോ, ഇവിടുന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ടാണ് ഇതെൻ്റെ ബഹുമാന്യ സുഹൃത്തിൻ്റെ താല്പര്യം, എന്നോടുള്ള പഴയ സ്നേഹവും എനിക്ക് അങ്ങോട്ടുണ്ടായ ഒരു കടപ്പാടും ഉണ്ടാകും ഞാൻ ഇവിടെ എത്തിയത്. കൂടുതൽ സമയം ഞാൻ നിങ്ങളോട് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാനും, മക്കളെ നന്നായി വളർത്തണം, നന്നായി വളർത്തണം, അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കണം. മക്കൾ കയറി വരുമ്പം കരുണയുള്ള മക്കളായിട്ട് ഉമ്മാനെ കാണാൻ, ബാപ്പാനെ കാണാൻ കൊതിക്കുന്ന മക്കളാവണം. അല്ലാണ്ട് മക്കൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പടച്ചോനെ നരി വരുന്നുണ്ട് എന്നുള്ള ചിലന്മാർ അല്ലേ, ചിലന്മാർക്ക് പേടിയാണ്, എൻ്റെ മോനെ അതുറൈ അതെ വരുന്നു, അതുറൈ വരുന്ന അറിയുമ്പോഴേക്കും ഉമ്മ അകത്തേക്ക് പാങ്ങി പെറ്റിട്ട അമ്മയാണ് മോനെ പേടിക്കുന്നത് ഇല്ലേ. അങ്ങനത്തെ എത്ര അതുറൈകളുണ്ട്, പാടുണ്ട്. നിങ്ങളതാ വരുതേ, നിങ്ങൾ ഉമ്മ അങ്ങോട്ട് എൻ്റെ മോനതാ വരുന്നത്, എൻ്റെ മോനെ അന്നെന്ന് കണ്ടിട്ട് ചുംബിക്കാനുള്ളൊരവസരം അല്ലേ. അതോടൊപ്പം തന്നെ ഒരു ആദർശ ബോധത്തോട്ട് നിങ്ങൾ വളർത്തണമെന്ന് കൂടി ഞാൻ അവസാനമായിട്ട് പറയാൻ ഒരു ചെറിയ കഥ, ഒറ്റ ചെറിയ കഥ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം പോരെ. ഒരു ചെറിയൊരു സംഭവം. നമ്മുടെ റോമക്കാരോട് യുദ്ധം ചെയ്ത ധീരനായ പോരാളിയായിരുന്നു അബൂ ഖുദാമത്തു ഷാമി. അബൂ ഖുദാമ അദ്ദേഹം ഭയങ്കര യുദ്ധതന്ത്രജ്ഞനാണ്. ഖാലിദ് ബിൻ വലീദിനെ പോലെ വളരെ ഭയങ്കര ശക്തമായ പോരാളിയാണ്. അതോടൊപ്പം തന്നെ ഈ ജിഹാദിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ധർമ്മസമരത്തെക്കുറിച്ച് പട്ടാളത്തിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തതിനെ പറ്റി ഇങ്ങനെ പ്രസംഗിച്ചിങ്ങനെ ഭയങ്കര തീപ്പൊരി പ്രസംഗം നടത്തി. അത് നടത്തിയ സ്ഥലം പിന്നെ റിഹ എന്ന പട്ടണത്തിൽ വെച്ചായിരുന്നു. അവിടുന്ന് ആ പ്രസംഗത്തിൽ യുദ്ധത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം എടുത്ത് പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ ഈ പ്രസംഗം അങ്ങനെ നടത്തിക്കൊണ്ട് കഴിഞ്ഞ ശേഷം ഒരാൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഖുദാമത്ത് ഷാമിയോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായല്ലോ നിങ്ങൾ ജിഹാദിൻ്റെ രംഗത്ത് ഓടി നടക്കുന്നു, മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മ, ഒരു വിഷയം ഞങ്ങളോട് പങ്കുവെക്കാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം റിഹ പട്ടണത്തിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾ ഇപ്പം യുദ്ധത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ഫലലും ഒക്കെ വിശദീകരിച്ചു. ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യം പറയാം. ഞാനൊരു വിധവയാണ്. എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ഇസ്ലാമിന് വേണ്ടി ഷഹീദായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എനിക്ക് യുദ്ധം ചെയ്യാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷഹീദാകാൻ തയ്യാറാണ്. ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. നമ്മളൊക്കെ സ്ത്രീകൾ സുഖിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരും നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ശേഷം അബൂ ഖുദാമത്തു ഷാമിയോട് പറഞ്ഞു, പിന്നെ എനിക്ക് പടച്ചോനൊരു നല്ല കുട്ടിനെ തന്നിട്ടുണ്ട്, അവൻ ഖുർആൻ ഹിഫ്ളുള്ളവനാണ്, നല്ല അള്ളാനെ പേടിയുള്ള കുട്ടിയാണ്, കുതിര പടയാളിയാണ്, അവൻ നല്ല അമ്പെയ്ത്തുകാരനാണ്, വയസ്സ് 15 ആയിട്ടുള്ളൂ. ഓനെ നിങ്ങൾ എനിക്ക് അള്ളാൻ്റെ മാർഗത്തിൽ ഓനക്ക് സമ്മാനമായിട്ട് തരാനാണ്. ഓൻ്റെ ഉപ്പ യാത്രയായ സ്ഥലത്തേക്ക് ഷഹീദായി പോകാൻ ഈ സമ്മാനം നിങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങണം. അബൂ ഖുദാമത്തു ഷാമിൻ്റെ കണ്ണിൽ നിന്ന് കുട്ടുകുട്ട കണ്ണീരോട്. എന്താ അപ്പോൾ പറയുന്നത്? ആ സമയത്താണ് നമ്മുടെ ഈ ഉമ്മയുടെ മകൻ പിന്നിൽ നിന്ന് വിളിച്ചിട്ട്, അദ്ദേഹം അത് കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പിന്നിൽ നിന്നൊരു ആൾ അബൂ ഖുദാമത്തു ഷാമിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യുദ്ധത്തിൽ ചേരണം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല ഒരു കുതിരപ്പുറത്താണ് വന്നത്. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ ഉപ്പാനോട് ചോദിച്ചിട്ട് ഉപ്പാനോട് ചോദിക്കാൻ കഴിയില്ല, എൻ്റെ ഉപ്പ ഷഹീദായിട്ടുണ്ട്, അദ്ദേഹം ഷഹീദായ വഴിയിൽ എനിക്കും ഷഹീദാവണം, ഞാൻ അതിന് വന്നു. എന്നാൽ ഉപ്പല്ലേ നീ എൻ്റെ ഉമ്മാനോട് സമ്മതം ചോദിച്ചു. ഉമ്മ പറഞ്ഞയച്ചതാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക്. എൻ്റെ ഉമ്മ പറഞ്ഞയക്കുമ്പോൾ എൻ്റെ ഉമ്മ നടത്തിയ പ്രാർത്ഥന ഉണ്ട് റബ്ബിനോട്, ഇലാഹെ എൻ്റെ കുട്ടിനെ എൻ്റെ കരളിൻ്റെ പൂവിനെ പടച്ചോനെ ഞാൻ അവൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് യാത്രയാക്കാനുണ്ടായി ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മോൻ തിരിച്ചു വരേണ്ടതില്ല, ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയുന്ന ആ നിലക്ക് ആദർശബോധത്തോടു കൂടിയിട്ട് കുട്ടിനെ എന്നെ ഏൽപ്പിക്കുന്ന
അവസാനം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും യുദ്ധത്തിൽ ഒരുപാട് ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്ത ശേഷം ആ മകൻ ഷഹീദാവുകയാണ്. ആ രംഗം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. അത്രമാത്രം ഇസ്ലാമിന് വേണ്ടി ധാർമ്മിക ബോധത്തോടു കൂടി വളർത്താൻ സാധിച്ചു എന്നത് അവരുടെ ഭാഗ്യം. നമുക്കല്പം പോലും കഴിയുന്നില്ല എന്നത് നമ്മുടെ ദുർവിധി. ഇതിനിടയിൽ നിന്നുകൊണ്ട് നമ്മളെ മക്കളെ പരമാവധി കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ബോധവും ഉമ്മയും ബാപ്പനുള്ള ബോധവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയും നമ്മുടെ മക്കളെ ആ നിലക്ക് വളർത്തുകയും ചെയ്യാം. പടച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത്ത അയ്യുൻ. കൺകുളിർമയോടുകൂടി ഇഹത്തിലും പരത്തിലും എൻ്റെ കുടുംബത്തെ കാണാൻ അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കബൂൽ ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. എവിടെയെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ സ്വീകരിക്കുകയും പാപം തേടുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏത് സന്ദർഭത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ബോധപൂർവം അത് ഇസ്തിഗ്ഫാർ ചെയ്ത് അത് അള്ളാഹു മാപ്പരുളുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം മരിക്കുമ്പോൾ 10,000-കണക്കിന് 70,000-ഓളം വരുന്ന മലക്കുകൾ കഫൻ തുണിയുമായി വന്ന്, സ്വർഗത്തിലെ കഫൻ തുണിയുമായി വന്ന് നമ്മളുടെ മയ്യത്ത് റൂഹ് ഏറ്റുവാങ്ങി ഇല്ലയിൽ രേഖപ്പെടുത്താൻ അവസരം ലഭ്യമാകുന്ന മുത്തഖ്വകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര തീർത്തും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, ഈമാനോടുകൂടി ജീവിക്കുവാൻ, ആദർശബോധത്തോടുകൂടി ജീവിക്കുവാൻ, മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നെഞ്ചോട് ചേർത്ത് ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ആരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും മാപ്പ് നൽകിക്കൊണ്ട് ക്ഷമയോടുകൂടി കുടുംബജീവിതം ധന്യമാക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയോട് പെരുമാറിയതിൻ്റെ പേരിലുള്ള ശിക്ഷയോ, ഭർത്താവിനോട് പെരുമാറിയതിൻ്റെ പേരിലുള്ള ശിക്ഷയോ, മക്കളോട് പെരുമാറിയതിൻ്റെ പേരിലുള്ള ശിക്ഷയോ ലഭിക്കാത്ത തരത്തിൽ ദുനിയാവിലെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഈ മരുഭൂമിയിൽ വന്ന് പടച്ച തമ്പുരാന് ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായ ഈ ഒത്തുകൂടലിന് അള്ളാഹു സാലിയായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്തേക്കുള്ള യാത്രയിൽ ഈദിൻ്റെ പ്രതിഫലവും കൂടി കൊണ്ടുപോകാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. അഹങ്കാരമില്ലാത്ത, അഹംഭാവമില്ലാത്ത, വിനയമുള്ള ദാസന്മാരിൽ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. തെറ്റുകളും കുറ്റങ്ങളും കൃത്യമായി ബോധ്യപ്പെടുകയും തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹൃ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.